ഇന്ന് നമുക്ക് ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ കൂടുതൽ ആളുകളെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നായ എക്സിമയെ പറ്റി വളരെ വിശദമായി അറിയാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായി എൻ്റെ അടുത്ത് ഏകദേശം 14 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി എക്സിമ എന്ന രോഗവുമായി വന്നിരുന്നു. ഞാൻ ആ പയ്യന് മരുന്നുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതിനെപ്പറ്റി പറഞ്ഞു. ആ പയ്യൻ അത് വളരെയധികം പ്രയോജനം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എക്സിമ എന്ന രോഗത്തെപ്പറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത്. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും വിധം നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതലായും കുട്ടികളിലാണ് എക്സിമ എന്ന രോഗം കാണപ്പെടുന്നത്. ഇതൊരു ത്വക്ക് രോഗമാണ്. ഇതിന് അലർജിയാണ് പ്രധാന കാരണം. ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചർമ്മത്തിൽ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലും ചർമ്മത്തിന് നിറവ്യത്യാസവും അത് ബ്രൗൺ കളറായി മാറുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് രോഗം ബാധിച്ച ഭാഗത്തെ തൊലി പൂർണ്ണമായും കറുപ്പ് നിറത്തിലേക്ക് മാറുന്നു. ചൊറിഞ്ഞു പൊട്ടലിൽ നിന്നും വെള്ളവും രക്തസ്രാവവും ഉണ്ടാകുന്നു. അതുപോലെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയും ചർമ്മം വളരെ ഹാർഡായി മാറുകയും ചെയ്യുന്നു. എക്ടോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് ശരീരം ചൊറിഞ്ഞു പൊട്ടി കരപ്പൻ പോലെയുള്ള അവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം. എക്സിമ പാരമ്പര്യമായി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും ബാധിക്കുന്നതായി കണ്ടുവരുന്നു. കൈകാൽ മടക്കുകൾ, ഷോൾഡർ, റിസ്റ്റ് എന്നീ ഭാഗങ്ങളിലാണ് എക്സിമ കൂടുതലായും ബാധിക്കുന്നത്. ചിലരിൽ തലയിലും ഇതിൻ്റെ പ്രശ്നം കണ്ടുവരുന്നു. പലർക്കും എക്സിമ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലരിൽ ആഹാര രീതി കൊണ്ടും തൊഴിൽ പരമായിട്ടും രോഗപ്രതിരോധ ശേഷിയുമായുമെല്ലാം ഈ രോഗം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ രീതിയിൽ മലശോധന ഇല്ലാത്തവരിലും എക്സിമ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ മാനസിക സമ്മർദ്ദവും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും പ്രമേഹവും എല്ലാം ഈ രോഗത്തിൻ്റെ കാരണങ്ങളായി മാറുന്നു. വെരിക്കോസ് വെയിൻ രോഗമുള്ളവരിലും എക്സിമ കൂടുതലായി കാണപ്പെടാറുണ്ട്. ചർമ്മത്തിൽ കുരുക്കളായോ അവ പഴുത്ത് നീരൊലിക്കുകയോ ചർമ്മം വരണ്ട് പൊട്ടുകയോ ചെയ്യുന്നതാണ് എക്സിമയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. ചില രാസവസ്തുക്കളുടെ അലർജി മൂലവും എക്സിമ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ചിലർക്ക് ഫ്ലോർ ക്ലീനറുകൾ, വാഷിംഗ് സോപ്പ് എന്നിവയൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്. ചിലരിൽ അവർ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ തലയിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിൽ ഉണ്ടാകുന്ന എക്സിമയെ ഇറിറ്റൻ്റ് കോണ്ടാക്ട് എക്സിമ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രമേഹം, വെരിക്കോസ് വെയിൻ, കൃത്യമായ മലശോധന ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം എക്സിമയുടെ കാരണമാണെന്ന്. ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എക്സിമയെ എൻഡോജീനസ് എക്സിമ എന്നാണ് അറിയപ്പെടുന്നത്. എക്സിമ എന്ന രോഗം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ കാരണമറിഞ്ഞ് ചികിത്സിച്ചാൽ അതിനെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ കഴിയും. ആയുർവേദത്തിൽ എക്സിമയ്ക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. പടവലാതി കഷായം, മഞ്ചിഷ്ടാദി കഷായം, ഗുൽഗുലു തിക്തക കഷായം, തിക്തകം കഷായം, മഹാതിക്തകം തുടങ്ങിയ കഷായങ്ങൾ, കൈശോര ഗുൽഗുലു, പഞ്ചനിമ്പാതി ഗുളിക തുടങ്ങിയവ, അഭിപത്തികര ചൂർണം, അഭിപത്തി ചൂർണം, കല്യാണകുളം, ത്രിവൃത് ലേഹ്യം, തിക്തകഘൃതം, മഹാതിക്തകഘൃതം, ഗുൽഗുലു തിക്തകഘൃതം തുടങ്ങിയ ഔഷധങ്ങളൊക്കെ അവസ്ഥാനുസരണം അകത്തേക്ക് കൊടുക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഭക്ഷണ അലർജി എക്സിമയുടെ കാരണമായതുകൊണ്ട് പശുവിൻ പാൽ, മുട്ട, സോയ ഉൽപ്പന്നങ്ങൾ, ഞണ്ട്, കൊഞ്ച്, കക്ക, കണവ, അയല, ചൂര തുടങ്ങിയ മത്സ്യങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് എക്സിമ രോഗം ബാധിച്ചവർക്ക് കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു രോഗത്തെ ചെറുക്കുന്നതിനും പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നല്ല കഴിവുണ്ട്. കാരണം അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് എക്സിമയുടെ കാര്യത്തിലും. പ്രധാനമായും ആപ്പിൾ, ചെറി, ബ്ലൂബെറി, ചീര, ബ്രൊക്കോളി തുടങ്ങിയവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ തൈര്, മോര് തുടങ്ങിയ പ്രോബയോട്ടിക്കുകളൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം. പ്രോബയോട്ടിക്കുകൾ ഉൾപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ പുളിക്കാതെ ഒരു ഇളം പുളി ഒക്കെ ആകുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുക. മത്സ്യങ്ങളിൽ നെത്തോലി, മത്തി തുടങ്ങിയ ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുക. ചർമ്മത്തിന് വേണ്ട പരിപാലനങ്ങൾ നൽകുക എന്നതാണ് എക്സിമയുടെ ചികിത്സയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കുളിക്കുമ്പോൾ ചർമ്മത്തിൽ ശക്തമായി ഉരസാതിരിക്കുക. വീര്യം കുറഞ്ഞ സോപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കറ്റാർവാഴയുടെ ജെൽ പുറമേ പുരട്ടുന്നത് വളരെ ഗുണകരമാണ്. എരി, പുളി, ഉപ്പ് എന്നീ രസങ്ങളുടെ ഉപയോഗം നന്നായി കുറയ്ക്കുക. അച്ചാറുകളും പ്രിസർവ്ഡ് ഫുഡുകളും ഉപയോഗിക്കാതിരിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
വിനോദങ്ങളിലും ധ്യാനങ്ങളിലും വ്യായാമങ്ങളിലും ഒക്കെ ഏർപ്പെടുക. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുക. ഇതെല്ലാം എക്സിമ പോലെയുള്ള അലർജി രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സിമ പല കാരണങ്ങൾ കൊണ്ടും പല രൂപത്തിൽ വരാം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് ചികിത്സ തേടുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ആരോഗ്യമുള്ള ശരീരമുള്ളവർക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള മനസ്സുള്ളവർക്ക് ആരോഗ്യമുള്ള ചർമ്മവും ഉണ്ടാകും. അതിനാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട ദിനചര്യകളിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.